അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കാമോ? ഞാന് ചിക്കാഗോയിലല്ല, ഡാളസിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് കേൾക്കാമോ എന്ന് ചോദിച്ചത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യാ ആത്മീയ സംഗമത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനവും സ്നേഹവുമുള്ള സഹോദരി സഹോദരന്മാർ, വിശേഷാൽ ഇത് ലീഡ് ചെയ്യുന്ന കർത്താവിൽ പ്രിയങ്കരനായ രാജു ബ്രദർ, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി ഈ അനുഗ്രഹീതമായ ICAG ആപ്ലിക്കേഷനിൽ കൂടി ദൈവമക്കളുമായിട്ട് ആശയവിനിമയം ചെയ്യുവാൻ എനിക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെയും ഞാൻ ഓർത്ത് സ്തുതിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാൻ 2 വർഷത്തോളമായി സമയം ലഭിക്കുമ്പോഴൊക്കെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കും. വളരെ ആത്മാർത്ഥമായി ആഴമായി പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ സമ്പന്നതയുള്ള സഭയും പ്ലാറ്റ്ഫോമുമാണിത് എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. വിശേഷാല് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനും ബഹുമാന്യനുമായ സ്റ്റീഫൻ സഭാഷിക്ക് വേണ്ടി ഈ കഴിഞ്ഞ പകലിലും ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. വളരെ ആകാംക്ഷയോടെ ഇരുന്നു. രാജു ബ്രദറിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രൊസീഡിയർ വളരെ കർത്താവിന്റെ കൃപയാൽ ഭംഗിയായി തീർന്നു എന്ന് കേട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. കർത്താവിന്റെ ദാസനെ ഇനിയും കർത്താവിന് വേണ്ടിയും ICAG സഭയ്ക്ക് വേണ്ടിയും ധാരാളം പ്രവർത്തിക്കുവാനുണ്ട്. അദ്ദേഹത്തിന്റെ കരങ്ങളെ, അദ്ദേഹത്തിന്റെ ശരീരത്തെ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ മുൻപിലുള്ള സമയം, പരിമിതമായ സമയത്തിൽ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ നിശ്ചയമായ ഒരു കാര്യമാണ്, നമ്മൾ അഥവാ ദൈവമക്കൾ അഥവാ ദൈവ വചനപ്രകാരമുള്ള ദൈവസഭ ഏറ്റവും അധികം പ്രാധാന്യമേറിയ ഒരു കാലഘട്ടത്തിൽ കഴിയുന്നു എന്ന് ഭാഷണവും വാക്കുമില്ലാതെ ലോകം വിളിച്ചു പറയുന്നുണ്ട്. ആ കാലം ഏതാണെന്ന് നമുക്കറിയാം. കൃപായുഗത്തിന്റെ അവസാനം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഈ പ്രഭാഷണം കേൾക്കുന്ന നാം എല്ലാവരും ഇതിൽ സംബന്ധിക്കുന്ന ഒരു ഭാഗ്യമുള്ളവരാണ്. കാരണം പഴയ നിയമ ദൈവദാസന്മാർ മുതൽ കഴിഞ്ഞ തലമുറ വരെ വചനത്തിന്റെ ആഴങ്ങളിൽ പഠിച്ച ദൈവമക്കൾ ഈ കഴിഞ്ഞ തലമുറ വരെ വളരെ ആഗ്രഹത്തോടും പ്രത്യാശയോടും കൂടി കാത്തിരുന്നു കർത്താവിന്റെ വരവ്. അവർ കാത്തിരുന്ന് അവർക്ക് ആ വാഗ്ദത്തം ശാരീരിക നിവൃത്തി ലഭിക്കാതെ അവരെ നമ്മെ വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ തന്നെ 3-ാം സ്വർഗത്തിലായി. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യ പദവി, ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നാം റാപ്ചർ തലമുറയാണ്. വി ആർ ദ ജനറേഷൻ ഓഫ് റാപ്ചർ. തിരുവചനം പഠിക്കുമ്പോൾ കാണാം, ഇനി ഒരു ജനറേഷൻ ഉണ്ടായിട്ടല്ല റാപ്ചർ. നമ്മളെ കർത്താവിന്റെ ദാസൻ രാജു ബ്രദർ പറഞ്ഞ എസ്കറ്റോളജി എന്ന വിഷയമാണ് എന്നെ കർത്താവ് പ്രധാനമായി ഏൽപ്പിച്ചിരിക്കുന്നാൽ ദൈവമക്കൾക്ക് സുപരിചിതമാണ്. അതിന്റെ ഇൻട്രഡക്ഷന്റെ ഒരു എൻട്രൻസ് പോലും 40 മിനിറ്റ് കൊണ്ട് നടക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അതിലോട്ട് ടച്ച് ചെയ്യാതെ അതിന്റെ സൈഡിൽ കൂടി മറ്റൊരു വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ കൃപായുഗത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, എസ്പെഷ്യലി 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ സ്ഥിതിഗതികളൊന്ന് മാറി. 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം വർഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ജപ്പാന്റെ സകല ശക്തികളും തീർന്ന് അടിയറോ പറഞ്ഞു. 2-ാം ലോകമഹായുദ്ധം തീർന്നു. തുടർന്ന് കർത്താവിന്റെ തിരുവചനം 1948 നിവർത്തിച്ചു. ഇസ്രായേലാകുന്ന അത്തി തളർത്തു. അന്ന് മുതലാണ് നമ്മൾ പഠിക്കുമ്പോൾ തിയററ്റിക്കലി അന്ത്യകാലം. നമ്മളെ അമേരിക്കൻ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ ദൈവദാസന്മാർ സഹോദരി സഹോദരന്മാർ താമസിക്കുന്ന ഭവനത്തിൽ നിന്നും ജോലി സ്ഥലത്തേക്കോ ഡൗൺ ടൗണിലേക്കോ പോകുവാൻ സാധാരണ നമ്മുടെ നെയ്ബർഹുഡിലെ റോഡുകളെല്ലാം എടുത്തൊരു ഹൈവേയിൽ കയറുന്നു. പിന്നെ ഹൈവേ വഴി പോകുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങളുടെ ഹൈവേയുടെ ആരംഭം 1948 തുടങ്ങിയ ഓരോ അടിയിലും പഠിക്കുമ്പോൾ കാണാം, നമ്മൾ വളരെ മുന്നോട്ട് ഡൗൺ ആകുന്ന റാപ്ചറിലേക്ക് അടുത്തു. വിശേഷാൽ 2019 ആയപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ശരീരത്തിൽ ബോധ്യപ്പെടത്തക്കവണ്ണം ആഗോള വ്യാപകമായ ഒരു പാൻഡമിക് വന്നു. ഇന്നും അതിന്റെ പിടിയിലായിരിക്കുന്നവരെ എൻ്റെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. അതിന്റെ പിടിയിൽപ്പെട്ട് റിക്കവറിയായ ഞാൻ ഉൾപ്പെടെയുള്ളവരും ഇതിനകത്ത് പങ്കെടുത്തവരുണ്ട്. അങ്ങനെ ലോകത്തെ മുഴുവൻ തൊട്ട പാൻഡമിക് പോയിട്ടില്ല. അതിനെ നമുക്കറിയാം. അതിനി വേറെ വേഷം മാറി വരാൻ പോവുകയാണ്.
അപ്പോൾ അന്ത്യകാലത്തിന്റെ സ്പീഡിൽ പറഞ്ഞാൽ പ്രവചന ഭാഷയിൽ ഈറ്റുനോവിന്റെ ആരംഭമാകുന്ന ഒന്നാം ഘട്ടം 2019 തുടങ്ങി. മനുഷ്യന്റെ ജീവിത ശൈലി മാറി. ഹോം ഹാസ് ചേഞ്ച്ഡ് ആസ് ദ വേൾഡ്. അതെല്ലാം ഒരു പൈശാചിക ഭരണത്തിന് വേണ്ടിയാണ്. വീടിനെ ലോകമാക്കി. ജോലി വീട്ടിലിരുന്ന്, സ്കൂള് വീട്ടിൽ, കുക്കിംഗ് വീട്ടിൽ, ആരാധന വീട്ടിൽ, പർച്ചേസിങ് വീട്ടിൽ, എല്ലാം വീട്ടിൽ. അപ്പോ വേൾഡ് ചേഞ്ച് ടു ദ ഹോം. അതൊരു ടെക്നോളജിയാണ്. വീട്ടിനൊക്കെ ഒതുക്കി ഇരുത്താൻ ആളുകളെ പഠിപ്പിച്ച് ഒരു ട്രെയിനിങ് ഇങ്ങനെ കൊടുത്തു. അങ്ങനെ വന്നപ്പോഴാണ് രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച ഉക്രൈൻ വിഷയം. അതിലേക്ക് നമുക്ക് കയറാൻ ഒക്കത്തില്ല. കയറിയാൽ അത് മാത്രം പറഞ്ഞാൽ തന്നെ സമയം തികയില്ല. എങ്കിലും പറയാം, അത് ഈറ്റുനോവിന്റെ രണ്ടാം ഘട്ട ആരംഭമാണ്. സോവിയറ്റ് റഷ്യക്ക് ആവശ്യം, ഒരു വാക്കിൽ ഞാൻ പറയാം, അവർക്ക് ഉക്രൈനല്ല വേണ്ടത്, അവർക്ക് ബ്ലാക്ക് സീ വേണം. അത് വചന നിവൃത്തിയ. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സോവിയറ്റ് റഷ്യ എതിർ ക്രിസ്തുവിന്റെ ഒത്താശയോടെ ഇസ്രായേലിനെ ആക്രമിക്കണം. വാക്യങ്ങൾ ദൈവമക്കൾക്ക് അറിയാമല്ലോ. ആ ആക്രമണത്തിൽ സോവിയറ്റ് റഷ്യ അവിടെ തീരുമെന്നാണ് എഹെസ്കേൽ 39:1 മുതൽ വായിച്ചാൽ കാണാം. 38 കാണാം. അതിന്റെ അവസാന നീ ഒടുക്ക ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരണം. അങ്ങനെ വരണമെങ്കിൽ അതിന്റെ മുഖ്യമായിട്ടൊരു പ്രവചനം 2600 വർഷങ്ങൾക്ക് മുമ്പ് എഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനം നിവർത്തിക്കുന്നതിന്റെ ആദ്യത്തെ ഘട്ടമാണ് ഈ ഉക്രൈൻ സംഭവം. അല്ലാതെ നമുക്കറിയാം, റഷ്യയുടെ പക്കൽ യാതൊരു ന്യായവുമില്ല. 1916 മുതൽ 22 വരെ നടന്ന ബോൾഷെവിക് വിപ്ലവത്തിൽ ശേഷം സോവിയറ്റ് റഷ്യ രൂപീകരിച്ചപ്പോൾ 5 രാജ്യങ്ങളാണ് ആദ്യം റഷ്യയോട് ചേർന്നത്. അതിൽ ആദ്യം ചേർന്ന രാജ്യമാണ് ഈ ഉക്രൈൻ. നമ്മുടെ കേരളത്തിലെ അത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യം, വലിയൊരു രാജ്യമാണ്. ഏതാണ്ട് 4 കോടിയോളം ജനങ്ങളുള്ള ഒരു സ്ഥലമാണ്. പക്ഷെങ്കിൽ അവർ വിട്ടുപിരിഞ്ഞു. 1991 അവർ പിറങ്ങിപ്പോയി. അവരോടൊപ്പം പല രാജ്യങ്ങളും പോയി. ആ പോയ രാജ്യങ്ങളൊക്കെ ജോർജിയ ഉൾപ്പെടെയൊക്കെ ഉള്ള രാജ്യങ്ങളെല്ലാം വിട്ടുപോയി. അവരൊക്കെ നാറ്റോയിൽ ചേരുകയും ചേർന്നു. നോർത്ത് അറ്റ്ലാന്റിക് ട്രൈനിറ്റി ഓർഗനൈസേഷനിൽ അവരെല്ലാം ചേർന്നു. പക്ഷേ ഈ യുക്രൈനെ മാത്രം സോവിയറ്റ് റഷ്യ പിടിക്കുന്നതിന് കാരണം നമ്മൾ ആത്മീയ ദർശനമാണ് ഞാൻ പറയുന്നത്. ലോകത്തിന്റെ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്, സ്പിരിച്വൽ ബി. കാരണം എഹെസ്കേൽ 38:7 പറയുന്നുണ്ട്, നീ മഴക്കോൾ പോലെ കയറി വരും. എന്താണ് ഈ മഴക്കോൾ? നമുക്കറിയാം, മഴക്കോൾ എന്ന് പറയുന്ന ആകാശത്തിൽ കൂടി വരുന്നതാണ് മഴക്കോൾ. 2600 വർഷം മുമ്പ് ഓട്ടോമൊബൈൽ സിസ്റ്റം പോലും കണ്ടുപിടിക്കാത്ത കാലത്താണ് പറഞ്ഞത്, നീ മഴക്കോൾ പോലെ കയറി വരുമെന്ന്. അതായത് ആകാശത്തിൽ കൂടി വരും. ഇന്ന് എന്റെ പ്രഭാഷണം കേൾക്കുന്ന ദൈവമക്കളെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം, മിസൈലായിട്ട് വരുമെന്ന്. അപ്പോൾ ബ്ലാക്ക് സീ എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ കേരളത്തിനേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ള ഒരു കടലാണ്. ആ കടലിന്റെ കിഴക്ക് വശം സോവിയറ്റ് റഷ്യ, തെക്ക് പടിഞ്ഞാറ് മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങൾ. ആ കടലിനോട് നേരെ ചേർന്ന് തെക്ക് വശത്ത് കിടക്കുന്ന രാജ്യമാണ്, കുഞ്ഞു രാജ്യമാണ് ടർക്കി. ആ ടർക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറിയൊരു രാജ്യമാണ് സിറിയ. സിറിയ കഴിഞ്ഞാൽ അടുത്ത രാജ്യമാണ് ഇസ്രായേൽ. നീ മഴക്കോൾ പോലെ കയറി വരുമെന്നാണ് അവിടുന്ന്. അപ്പൊ മഴക്കോൾ വരുന്നത് നമുക്കറിയാം ആകാശത്തിൽ കൂടിയാ. അപ്പൊ ബ്ലാക്ക് സീയിൽ നിന്നും ഒരു മിസൈൽ വിട്ടാൽ ജെറുസലേമിലേക്ക് വരണമെങ്കിൽ 1 മണിക്കൂറും 10 മിനിറ്റും മതി. കാരണം റഷ്യയുടെ മിസൈലിന് വെളിപ്പെടുത്തിയിരിക്കുന്ന സ്പീഡ് 700 മൈലാ പെർ അവർ. കരിങ്കടലിൽ നിന്നും ജെറുസലേം വരെ 800 മൈലാണ് അകലം. അപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് മിസൈൽ വീഴത്തക്കവണ്ണം ബ്ലാക്ക് സീ. 2017 ഇന്നത്തെ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ 2020 കഴിയുമ്പോൾ ബ്ലാക്ക് സീ മുഴുവൻ ഞങ്ങളുടെ ആധിപത്യത്തിൽ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങളുടെ മുഴുവൻ വാർഷിപ്പുകളും ഞങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്യും. പുതിയ വാർഷിപ്പുകൾ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഓഷ്യൻ ആധിപത്യം സ്ഥാപിക്കുമെന്ന് അദ്ദേഹം 5 വർഷം മുമ്പ് പറഞ്ഞതാ. അതിന്റെ നടപടിയാ. അപ്പോൾ അവിടെ കരിങ്കടൽ പൂർണ്ണമായി കയ്യിൽ ഒതുങ്ങണമെങ്കിൽ ഉക്രൈൻ ഇല്ലാതെ പറ്റത്തില്ല. കാരണം ഉക്രൈനാണ് കരിങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും വലിയൊരു സ്ഥലം. പിന്നെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചുള്ള അറേബ്യൻ കടലിൽ എന്തെങ്കിലും സ്വാധീനം ഇന്ത്യക്ക് വേണമെങ്കിൽ അത് ബംഗാൾ കൊണ്ടോ ആസാം കൊണ്ടോ പറ്റത്തില്ല. അതിന് കേരളവും കർണാടകയും വേണമെന്നോ ഇതുപോലെയാണ്. അതുകൊണ്ടാണ് സംഭവം നടക്കുന്നു. ഇത് ദൈവവചന നിവൃത്തിയാണ്. ദൈവമക്കൾക്കറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഏതാനും മണിക്കൂറുകൾ മുമ്പാണല്ലോ ഒരു 4th ഇയർ മെഡിക്കൽ സ്റ്റുഡന്റ് അവിടെ ബംഗറിൽ നിന്നും തെക്കേ ഇന്ത്യക്കാരൻ കർണാടകക്കാരൻ ഭക്ഷണം മേടിക്കാൻ പോയി മരിച്ചുപോയി. അങ്ങനെ ദുഃഖകരമായ സംഭവം നടക്കുന്നു. കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. അത് ഈറ്റുനോവിന്റെ 2ാമത്തെ ആരംഭമാക്കി ദൈവമക്കൾ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ നമ്മുടെ വിഷയം
ഈ സമയത്ത് ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടത് 2 കൊരിന്ത്യർ 2:11 ആസ്പദമാക്കി ചില കാര്യങ്ങൾ പറയുവാനാ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുതേ, അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. ഏദൻ തോട്ടം മുതലാണല്ലോ സാത്താൻ മനുഷ്യനെ എന്ന് സൃഷ്ടിച്ചു അന്ന് മുതൽ സാത്താൻ മനുഷ്യനോട് ശത്രുത. കാരണം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ നിഷ്ഠിച്ചിരിക്കുന്നതിനാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ തീരുന്നതല്ലെന്നും ഇവന്റെ കവർ മാത്രമാണ് ഈ ഭൂമിയിൽ നിന്നുള്ളതെന്നും ഇവന്റെ അകത്തെ എസൻസ് സ്വർഗീയമാകിയാൽ തിരികെ സ്വർഗത്തിൽ പോകുമെന്നും ഏതാണ്ട് 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ പകരം ദൂതന്മാരെ സൃഷ്ടിക്കാതെ അവിടെ ദൈവം തമ്പുരാൻ നമുക്കറിയാം അബ്രഹാം ശില്പിയായി കണ്ടതായ ദർശനം കണ്ടതായ മഹാനഗരത്തിന്റെ പണി നടക്കുന്നതിനാൽ എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കുമെല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു വാസസ്ഥലം ഒരുക്കുമെന്ന്. അവിടെ നമ്മളെ കൊണ്ടുപോകാതിരിക്കുവാൻ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മുതൽ മനുഷ്യനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവന്റെ ആയുധങ്ങളിൽ പ്രധാനപ്പെട്ട ആയുധങ്ങളെക്കാൾ അവൻ തന്ത്രമാണ്. ലോകം, ജഡം, ഇത് രണ്ടിൽ കൂടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. ഏതാൻ തോട്ടത്തിൽ അല്ലേ നടത്തിയത്? ലോകത്തിലെ മനോഹരമായ ഫലം കണ്ടു, അതിൽ ശരീരത്തിനകത്തെ ടേസ്റ്റ് അല്ലെങ്കിൽ സ്വാദ് ജഡത്തെ പ്രവർത്തിച്ചു, സംഗതി കുഴച്ചിലാക്കി. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കുന്നു. അതിനോടൊപ്പം സാത്താന്റെ തന്ത്രങ്ങളെ അറിയാം. വേറൊരു പരിപാടി അവൻ ചെയ്യും, നമ്മുടെ അനുഗ്രഹങ്ങളെ അവൻ ബ്ലോക്കാക്കി വെക്കാൻ നോക്കും. സ്വർഗത്തിൽ സീക്രട്ട് എന്ന് പറയുന്ന ഒന്നുമില്ല, അതാണല്ലോ സ്വർഗം. അവിടെ സീക്രട്ട് ഇല്ല. ലോകത്തിൽ സീക്രട്ട് ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. എല്ലാ സ്ഥലങ്ങളിലും സീക്രട്ട് ഉണ്ട്. എന്നാൽ സ്വർഗത്തിൽ സീക്രട്ട് ഇല്ല, രഹസ്യമില്ല. അതാണ് ദൈവത്തിന്റെ ശക്തി. നമ്മൾക്ക് തരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ എല്ലാം അവിടെ നേരത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ ഉള്ള ഭാവുകങ്ങളെ തടസ്സപ്പെടുത്തുവാൻ നമ്മളുടെ മൈനസ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടി വേണേ അവൻ ശ്രമിക്കും. മൈനസ് പോയിന്റ് ഇല്ലെങ്കിൽ പോലും അവൻ ശ്രമിക്കും. അതിന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാനൊരു വലിയ സന്തതിയാക്കും, ജനതയാക്കും. ഇത് അവൻ കേട്ടുകൊണ്ടിരിക്കുക. കാരണം അബ്രഹാമിന്റെ പ്രായവും ശരീരസ്ഥിതിയും ഒക്കെ അറിയാം. പക്ഷെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ ഒരു 13 വർഷത്തേക്ക് ദൈവം തമ്പുരാൻ അബ്രഹാമുമായിട്ട് ഡീലില്ല. അബ്രഹാം ഇസ്മായിൽ ജനിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു എന്ന് എഴുതിയ ശേഷം പിന്നെ വായിക്കുന്നത് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അപ്പോൾ എന്തോ ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ വീണു. നിഷ്കളങ്കനായിരിക്കുക എന്ന് പറഞ്ഞ് അറിയാമല്ലോ കാര്യം. ആ 13 വർഷം അവൻ അനുഗ്രഹം ബ്ലോക്കാക്കി വെച്ചു. പക്ഷെങ്കിൽ അബ്രഹാമിന്റെ നിഷ്കളങ്കത്വം കളയാഞ്ഞതുകൊണ്ട് അതിനെ റീഗെയിൻ ചെയ്തു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ നോക്കിക്കേ, അദ്ദേഹം തിരുവചനത്തിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ആദ്യത്തെ വ്യക്തി അദ്ദേഹമാണ്. അറിയാമല്ലോ. ആ ഭക്തനെ പോലെ 20 വർഷം അനുഗ്രഹം തടസ്സി വെച്ചു. 20ാമത്തെ വർഷം ഇസഹാക്ക് ഒരു പിടിപിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അനുഗ്രഹം കിട്ടിയത്, മക്കളെ കിട്ടിയത്. ഉൽപ്പത്തി പുസ്തകം 25-26 നമുക്ക് കാണാം. ഇസഹാക്കിന്റെ മകൻ യാക്കോബ് സൂത്രശാലി ഒക്കെ ആണെങ്കിൽ 20 വർഷം അവനെയും ബ്ലോക്കാക്കി വെച്ചു. 20 വർഷം കഴിഞ്ഞപ്പോഴാണ് ഉൽപ്പത്തി 31 കാണാം തനിക്ക് ബുദ്ധി തോന്നിയത്. അങ്ങനെ അവൻ ഈ അനുഗ്രഹങ്ങളെ ബ്ലോക്കാക്കി വെക്കും. ഇനിയും യാക്കോബിന്റെ മകനായ ജോസഫിനെ ദൈവമക്കൾക്ക് അറിയാമല്ലോ. അവൻ ചെറുപ്പത്തിലെ ദർശനം കണ്ടതാണ്. സാത്താൻ അറിയാം അവനെ കൂടി എന്തെല്ലാം പരിപാടി നടത്തുമെന്ന്. 13 വർഷം അവന്റെ അനുഗ്രഹത്തെ ബ്ലോക്കാക്കി അവനെ ജയിലിൽ കൊണ്ടിട്ടു. അവിടെയും അവൻ നിഷ്കളങ്കത്തെ തെളിയിച്ച് ഇറങ്ങി വന്നു. അങ്ങനെ മുന്നോട്ട് വന്നാൽ അടുത്തത് കാണാം. മോശ മിസ്രയീമിൽ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്ന് എണ്ണിയെങ്കിലും 40 വർഷം, ആദ്യത്തെ 40 വർഷം അനുഗ്രഹം ബ്ലോക്കാക്കി. ഭൗതിക അനുഗ്രഹങ്ങളുടെ കലവറയിൽ കൊണ്ടിട്ട് നോക്കി ആത്മീയ അനുഗ്രഹം പ്രാപിക്കാതിരിപ്പാൻ. അങ്ങനെ പറയുകയായിരിക്കും നല്ലത്. ഭൗതിക അനുഗ്രഹങ്ങളുടെ കലവറയിൽ കൊണ്ടിട്ടു. അവിടുത്തെ ആ കടലിലെ അല്ലെങ്കിൽ ആ മെഡിറ്ററേനിയൻ കടലിലെ തിമിംഗലം തിന്ന് മരിക്കേണ്ട വ്യക്തി വളരുന്നത് ഓർഡറിട്ട രാജാവിന്റെ കൊട്ടാരത്തിൽ ഭൗതിക അനുഗ്രഹം കൊടുത്തു നോക്കി. അവിടുന്ന് മോശ കയറി വന്നു. അങ്ങനെ മുൻപോട്ട് വരുമ്പോൾ നമുക്ക് ധാരാളം പേരെ കാണാം. ഒടുവിൽ ദാനിയേലിനെ നോക്കിക്കിയ 10-ാം അധ്യായത്തിൽ തന്റെ തെറ്റില്ല ജനത്തിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് 21 ദിവസം ഉപവാസം എടുത്തപ്പോൾ തനിക്ക് വേണ്ടി വന്ന ദൈവതാനെ 21 ദിവസം ആകാശത്തിൽ അനുഗ്രഹം ബ്ലോക്കാക്കി നിർത്തി. അങ്ങനെ ഇവൻ ഉടനീളമുള്ള പരിപാടിയാണ്. വാസ്തവത്തിൽ ബർന്നമാസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനില്ലായിരുന്നുവെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കും, പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ നമുക്ക് ലഭിക്കുമോ? ശൗല് അനുഗ്രഹീതനായി കൃപാവരം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട് സിറിയയിൽ നിന്നും ദമസ്കോസിൽ നിന്നും തിരിച്ച് യെരുസലേമിൽ ചെന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി 9:26 കാണാം. അപ്പോസ്തലന്മാരെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ അടുപ്പിക്കത്തില്ല, വളരെ മുൻവിധിയോടെ നോക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇട്ടും വെച്ച് പഴയ പരിപാടിക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞേനെ.
ഒരു ബർന്നബാസിനെ ദൈവം ഒരുക്കിയത് കൊണ്ടാണ് വന്നത്. അവിടെയും ഈ ശൗൽ കൂടൽ ദൈവസഭയ്ക്ക് ലഭിക്കാൻ പോകുന്ന 13-14 ലേഖനങ്ങളുടെ അനുഗ്രഹങ്ങളെ ബ്ലോക്കാക്കാൻ നോക്കുകയാണ്. വേണ്ടല്ലോ, അനുഗ്രഹം 100% ബ്ലോക്കാക്കി നഷ്ടപ്പെടുത്തിയില്ലേ ഇസ്കരിയത്ത യൂദാവിന്റെ. ഇതുപോലെ അവൻ നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. ഇവിടെ ഞാനൊരു പ്രത്യേക വിഷയം നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സാത്താന്റെ തന്ത്രം എന്താണ്? അവനറിയാം നേരിട്ട് എന്നെയോ നിങ്ങളെ ആരെയുമോ അവനെ പിടിച്ചു തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. എന്റെ പ്രഭാഷണം കേൾക്കുന്ന സകലരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരാണ്. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും കാണുന്ന ആളുകളെ വീഡിയോ ഓൺ ചെയ്ത് ജോജി ബ്രദറിനോട് അല്ലെങ്കിൽ രാജു ബ്രദറിനോട് റേസ് സിസ്റ്ററിനോടൊക്കെ പറയുകയാണ്, നിങ്ങളെക്കാൾ എന്നേക്കാൾ സാത്താന് ശക്തി കുറവാ. പ്രൈസ് ദി ലോർഡ്. ജെസി ജോർജ് സിസ്റ്ററിനോടും ഒക്കെ പറയുകയാണ്, നമ്മളെക്കാൾ അവന് ശക്തി കുറവാ, അവന് ഡെവിളിക് പവറേ ഉള്ളൂ. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്, അതവൻ അറിയാം. അതുകൊണ്ട് ആ വിധത്തിലൊന്നും അവന് നമ്മളെ തകർക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അവന് തന്ത്രമുണ്ട്, അവൻ ബുദ്ധിമാനാ. അവൻ ചെയ്യുന്ന ഭാഷ എന്താണെന്നറിയാവോ? ഈ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ പ്രബലമായ ശത്രു സൈന്യമാണെങ്കിൽ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കാൻ വേറൊരു തന്ത്രം പ്രയോഗിക്കും. ഫസ്റ്റ് വേൾഡ് വാറിൽ അന്നത്തെ ലോക സാമ്രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടൻ അത് ശരിക്ക് വെള്ളം കുടിച്ചു. ബ്രിട്ടൻ 1-ാം ലോകമഹായുദ്ധം ഏറ്റവും വേഗം ജയിക്കാൻ തന്റെ മുഴുവൻ ആംസും തന്റെ മുഴുവൻ വെടിസാധനങ്ങളും കൊണ്ട് വളരെ വേഗം യൂറോപ്പിനെ പിടിച്ചെടുക്കാൻ യൂറോപ്പിന്റെ തെക്ക് കിഴക്കുള്ള ടർക്കിയിലാണ് കൊണ്ടുവച്ചത്. ടർക്കിയിൽ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ട് ഇംഗ്ലീഷ് ചാനൽ വഴി കപ്പലിലും പ്ലെയിനിലും പട്ടാളത്തെ അങ്ങ് വിട്ടുകൊടുത്തു. കപ്പലിൽ പട്ടാളം പോവുക, അവിടുന്ന് സാധനം എടുത്ത് അടിക്കുക. ടർക്കി ഇവരുടെ ക്ലൈന്റാ ബ്രിട്ടന്റെ. ഇത് മണത്തറിഞ്ഞ ജർമ്മനി എന്ത് ചെയ്തു? ടർക്കിയെ വളരെ വേഗം പാട്ടിലാക്കി. ടർക്കി ജർമ്മനിയുടെ കൂടെ കൂടി, അഥവാ ടർക്കി മറുകണ്ഠം ചാടി. ബ്രിട്ടൻ ആകെ കുഴഞ്ഞു. കാരണം യാതൊരു വിധത്തിലുള്ള ആയുധങ്ങളും കയ്യിലില്ല. പട്ടാളം നിലവിളിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ വചനം നിവർത്തിച്ചത് വൈസ് ചേസ്മാൻ എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ആ യഹൂദനായ പ്രൊഫസർ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ ചരിത്രം മാറിയാനെ. ബ്രിട്ടനും അന്തർദാനം ചെയ്തേനെ. അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചത് കൊണ്ട് ആ ബ്രിട്ടൻ ജയിച്ചത്. ഇനി വേറൊരു ഭാഷ പറഞ്ഞാൽ യുദ്ധതന്ത്രത്തിൽ ശത്രുക്കൾ ചെയ്യുന്നത് എതിർ രാജ്യത്തിന്റെ ഓർഡിനൻസ് ആക്ട് നശിപ്പിക്കുക. അതാണ് ഏറ്റവും എളുപ്പം. ഇതെല്ലാം നമ്മൾ ലോകത്തിൽ കണ്ടതാണ്. 1986 ആര് പറഞ്ഞില്ല 2000 മൈൽ അകലെ ഇറാഖിലെ ഒരു പ്രത്യേക സ്ഥലത്തെ സദാം ഹുസൈൻ ആറ്റം നിർമ്മിച്ച് ഇസ്രായേലിനെ തകർക്കാൻ മിസൈൽ ഉണ്ടാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഒറ്റ രാത്രി ഇസ്രായേൽ ഒന്നും നോക്കിയില്ല, നേരെ 8 പ്ലെയിൻ വിട്ടു. അത് മുഴുവൻ ചാരമായി. നമ്മുടെ തലമുറയിൽ 7 വർഷം മുമ്പ് നമ്മൾ കണ്ടു. 2015 ഇത് തന്നെ ഇറാൻ വളരെ വിദഗ്ധമായി രഹസ്യമായി ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്ന മിസൈലുകൾ എല്ലാം തയ്യാറാക്കി വെച്ചു. ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘടന അത് കണ്ടുപിടിച്ചു. അവർക്ക് മനസ്സിലായി ഇറാന്റെ ആദ്യത്തെ മിസൈൽ വന്ന് ടെല്ലവീവിൽ പതിച്ചാൽ 35,000 പേർ മരിച്ചു വീഴും. ഈ കാൽക്കുലേഷൻ അവർക്ക് മനസ്സിലാക്കി. അവർ മിസൈൽ നിർമ്മിക്കുന്ന അവിടെയും കൊടുത്ത ഒറ്റയടി. ആരും അറിഞ്ഞില്ല ഈ ഇസ്രായേലിന്റെ ഡ്രോൺസ് അല്ലെങ്കിൽ മിസൈൽ അല്ലെങ്കിൽ ഫ്ലൈറ്റർ ബോംബുകൾ പാഞ്ഞു ചെന്ന് ഒറ്റ രാത്രി ഇറാന്റെ ഓർഡിനൻസ് ആക്ട് തരിശാക്കി ചാരമാക്കി. ചാരമായി കഴിഞ്ഞ ഇറാൻ അറിയുന്നത് സംഗതി പോയെന്ന്. അപ്പോൾ ഇതാണ് സാത്താന്റെ തന്ത്രം. അവൻ നമ്മളെ നേരിട്ട് പിടിക്കാൻ ഒക്കത്തില്ല. അതിന് നമ്മളുടെ ഓർഡിനൻസ് ആക്ട് അങ്ങ് തകർത്തേക്കാക്കി സംഗതി മാറില്ല. ആയുധമില്ലെങ്കിൽ കളി മാറും. ഇതാണ് ദൈവമക്കളെ സാത്താന്റെ തന്ത്രം. അതിനെതിരായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മളുടെ ഓർഡിനൻസ് ഫാക്ടറി എന്ന് പറയുന്നത് ദൃശ്യമായതൊന്നും അല്ല. വാട്ട് ഈസ് അവർ ഓർഡിനൻസ് ഫാക്ടറി? എന്താണ് അവിടെ? 2 കാര്യമാണ്. നമുക്കൊരു ഓർഡിനൻസ് ഫാക്ടറി ഉണ്ട്, അതിനകത്ത് അതിന്റെ പ്രാക്ടിക്കലായിട്ട് ട്രെയിനിങ് തരുന്ന സ്ഥലവും ഉണ്ട്. ഇതാണ് അവൻ ബോംബ് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറി എന്ന് ഞാൻ പറയുന്നത് 1 തീമോഥെയോസ് 1:10 പറയുന്ന പത്യോപദേശമാണ്. സൗണ്ട് ഡോക്ട്രിൻ 1. അതിന്റെ ട്രെയിനിങ് സെന്റർ ആണ് നമ്മുടെ ചർച്ച്. ഇതെങ്ങനെ ഉപയോഗിക്കണം, പ്രൈസ് ദി ലോർഡ്. ഇതിനിട്ടാണ് അവൻ അടിക്കുന്നത്. ഇതടിക്കുമ്പോൾ പത്യോപദേശത്തിനെതിരെ അവൻ ചെയ്യുന്ന അക്രമത്തെ തടസ്സപ്പെടുത്തി അതിനെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കാര്യം നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആയുധം നഷ്ടപ്പെട്ടാൽ നമ്മൾ സംഗതി മാറും. എന്താണ് പത്യോപദേശത്തിൽ? ഒരൊറ്റ കാര്യത്തെ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
സത്യോപദേശത്തിൽ രണ്ട് നമ്മളുടെ ക്യാരക്ടർ കണക്റ്റഡ് ആയിരിക്കണം. രണ്ടും കൂടെ കണക്റ്റഡ് ആകുമ്പോഴാണ് അതൊരു സ്പിരിച്വൽ മിസൈൽ. ഇന്ന് മിസൈലിന്റെ യുഗമാണല്ലോ. മിസൈലിന് രണ്ട് പാർട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഞാൻ ചോദിച്ചാൽ ഒരു ഭാഗം ഡാമേജിങ് വെപ്പൺ, അതാണ് മിസൈലിന്റെ മെയിൻ പാർട്ട്. നമ്മളിങ്ങനെ ആകാശത്ത് വേണ്ടി പറന്നു പോകുന്ന കാണുന്നില്ലേ, അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഡാമേജിങ് വെപ്പൺ. അത് ചെന്ന് കൂമ്പ് കുത്തുമ്പോഴാണ് അവിടെ പൊട്ടിത്തെറിഞ്ഞ എക്സ്പ്ലോഷൻ ഉണ്ടായി ആളുകളും വസ്തുക്കളും എല്ലാം തകരുന്നത്. ഡാമേജിങ് വെപ്പൺ. ഇനിയും ഈ സാധനം അവിടെ കൊണ്ടുചെല്ലണമല്ലോ, അതിനൊരു സ്ഥാനമുണ്ട്. അതാണ് മോട്ടോർ റോക്കറ്റ്. മോട്ടോർ റോക്കറ്റ് ഒരു ഭാഗത്ത് ഘടിപ്പിച്ചിട്ട് അതിലോട്ട് ഡാമേജിങ് വെപ്പൺ വെച്ചിട്ട് അടിച്ചു കഴിയുമ്പോൾ ഈ മോട്ടോർ റോക്കറ്റ് സ്പീഡിൽ, അതാണ് ഇവരുടെ 700 മൈൽ എന്നാ പറയുന്നത്, ഈ റഷ്യയുടെ സ്പീഡ്. മോട്ടോർ റോക്കറ്റ് 700 മൈൽ സ്പീഡിൽ അത് പോകും. അതിന്റെ മുമ്പിലിരിക്കുന്ന ഡാമേജിങ് വെപ്പൺ തകർക്കും. ഇത് തന്നെ ദൈവമക്കളെ, നമ്മളുടെ സ്പിരിച്വൽ മിസൈൽ തകർക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മളുടെ സ്പിരിച്വൽ മിസൈൽ രണ്ട് പാർട്ടാ. ഒന്ന് ജീവിത വിശുദ്ധി, രണ്ട് വിശ്വാസം. ഇത് രണ്ടും കൂടെ കണക്റ്റഡാ. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡാമേജിങ് വെപ്പൺ, ജീവിത വിശുദ്ധി, സാത്താനെ അടിച്ച് തകർപ്പിക്കാൻ, ലോകത്തെ പരാജയപ്പെടുത്താൻ, മുമ്പിലുള്ളതായ സകലത്തിനെയും സകല എതിർപ്പുകളെയും ജഡത്തിന്റെ സകല കന്മഷത്തെയും തകർക്കുവാൻ തമ്പുരാൻ തന്നിരിക്കുന്ന ഡാമേജിങ് വെപ്പണാണ് വിശുദ്ധി. ആരെ ഉപദ്രവിക്കാനല്ല, തിന്മയുടെ ശക്തിയെ നിർവീര്യമാക്കാൻ. രണ്ട്, അതിന്റെ മോട്ടോർ റോക്കറ്റാണ് വിശ്വാസം. അതില്ലേ നടക്കത്തില്ല. ഇതിനിട്ടാണ് അവൻ നോക്കുന്നത്. പഴയ കാലം മുതലുള്ള സംഭവമാണ് അവൻ നോക്കിയത്. ബലിയാം പറഞ്ഞു കൊടുത്ത പരിപാടിയാണത്. ഈ സംഖ്യാപുസ്തകം 25 കാണാം. അവൻ വിശുദ്ധി തകർത്ത് ശിത്തീമിൽ പാർത്തപ്പോൾ ഇസ്രായേൽ മക്കൾ ഇതാ ധനിച്ചു പാർക്കുന്ന ജനമെന്നുള്ളതായ അത് കളഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ആളുകളുമായി ചേർന്ന് ഹോളിനെസ് കളഞ്ഞു എങ്കിൽ, പെർഗമോസ് സഭയുടെ കാലത്തെ ക്രൈസ്തവ സഭയിൽ ഈ ആയുധം അവൻ ചെലവാക്കി. അതുകൊണ്ടാണ് പെർഗമോസ് സഭയോടുള്ള ദൂതിൽ വെളിപ്പാട് 2:14 കാണാം, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പുതം തിന്നാൻ ബിലെയാമിന് ഉപദേശിച്ചു കൊടുത്ത ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അപ്പോൾ നമ്മുടെ വിശുദ്ധി കളയുവാൻ നോക്കുക. എങ്ങനെയാണ് അത്? പൗലോസ്ലീഹ വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 5:7 നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പീൻ. അസാരം പിണ്ടത്തെ പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പീൻ. എന്താണ് പുളിപ്പ്? സഹോദരിമാർക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. പൂർവ്വകാലം മുതലുള്ളതാണിത്. ഫെർമെന്റിങ് എന്ന് പറയും. ഭക്ഷണ സാധനത്തിന് എക്സ്ട്രാ ടേസ്റ്റും മറ്റൊരു രുചിയും വരുത്തുന്ന പരിപാടിയാണ് പുളിപ്പെന്ന് പറയുന്നത്. അതാണല്ലോ പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ നിങ്ങൾ പുളിപ്പ് മാറ്റാൻ പറയുന്നത്. ഫെർമെന്റേഷൻ എന്ന് പറയും. നമ്മൾക്ക് കിട്ടുന്ന ബ്രെഡ്, മാർക്കറ്റിൽ നമ്മൾ മേടിക്കുന്ന ബ്രെഡെല്ലാം ആ മാവ് അത് ഫെർമെന്റ് ചെയ്താണ്. നിങ്ങളും ഞാനും കുടിക്കുന്ന ടീ അത് ഫെർമെന്റ് ചെയ്താണ് ചെയ്യുന്നത്. നമ്മുടെ മലയാളി സഹോദരിമാർ സാധാരണ ഇന്ന് ഇഡ്ഡലി, ദോശ നമുക്കറിയാം. അതിന്റെ ഫെർമെന്റിങ് ഏജന്റ് ആണ് ഉഴുന്നിട്ട് കഴിയുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ അത് ഫെർമെന്റ് ചെയ്ത് ഉയർന്നു വരും. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. നമുക്കതാ ഇഷ്ടം. അരി കൊണ്ട് വെറും ഉഴുന്നില്ലാതെ ദോശ കഴിച്ചാൽ ആരും കഴിക്കത്തില്ല. പക്ഷെ ഒറിജിനൽ ദോശ എന്ന് പറയുന്ന അരി കൊണ്ടുള്ളതാണ്. പക്ഷെ പറ്റത്തില്ല, പ്രായോഗികമല്ല, ടേസ്റ്റ് ഇല്ല. ഇത് തന്നെ. അപ്പോ സാത്താന്റെ പരിപാടി ലോകത്തിന്റെ ടേസ്റ്റിനെ നമ്മളിലേക്ക് കയറ്റിവിടും. അതിനെതിരെ നിന്നെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കത്തുള്ളൂ. കാരണം അതാണ് അവന്റെ ആയുധം. ലോകം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സിസ്റ്റമാണെങ്കിലും അത് നമ്മിലേക്കൊരു പുളിപ്പുണ്ടാക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. പുളിപ്പിന്റെ 1-2 കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. എന്താണ് ലോകം? നമുക്കറിയാം, ലോക സ്നേഹം, ദൈവത്തോട് ശത്രുത്വം. നമ്മൾ നിൽക്കുന്ന സിസ്റ്റം നല്ലതാണെങ്കിലും സിസ്റ്റത്തിനൊരു ക്രീമുണ്ട്. ആ ക്രീം നമുക്ക് പറ്റിയതല്ല. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നു ഡിവൈസ്, മൊബൈൽ ഉപയോഗിക്കുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്നു, അത് നമ്മൾ ഉപയോഗിച്ചേ തീരൂ. അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കാലത്തിന്റെ ആവശ്യമാണ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നു. പക്ഷെങ്കിൽ ഇതിന്റെ പുറയിൽ ഒരു ഫെർമെന്റിങ് സാധനം ഇരിപ്പുണ്ട്. അറിയാമല്ലോ, ഈ വിരലിങ്ങനെ വലിച്ചു കഴിയുമ്പം അതെല്ലാം വരികയല്ലേ. അതിനെ നമ്മൾ ശ്രദ്ധിക്കാൻ പോയാൽ നമ്മളിലേക്കും പുളിപ്പ് കയറും. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാ. ലോകത്തിൽ ജീവിക്കരുതെന്നല്ല, ലോകത്തിലെ നല്ല രീതിയിൽ നടക്കരുതെന്നല്ല, പക്ഷെങ്കിൽ ദൈവവചനത്തിന്റെ ക്ലാരിറ്റി എന്റെ സ്വഭാവത്തിൽ കുറയ്ക്കുന്ന എന്തു വന്നാലും അത് പുളിപ്പാ. ദ ക്ലാരിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. എന്റെ ജീവിതത്തിന്റെ മുൻപിൽ ദൈവവചനത്തിന്റെ ക്ലാരിറ്റി ആയിരിക്കണം മുൻപിൽ, വേറൊന്നുമില്ല. നമ്മൾ എങ്ങനെ പോയാൽ ഉടൻ നമ്മൾ നോക്കണം, ഇത് വചനാനുഷ്ഠിതമാണോ വചനവിരുദ്ധമാണോ.
ആ ഒരൊറ്റ വാക്കിനകത്ത് നമ്മുടെ പുളിപ്പ്. അല്ലാതെ ഓരോന്നിനെയും A to Z പറയേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വസ്ത്രധാരണം, എന്റെ വസ്ത്രധാരണം എന്റെ പ്രായത്തിനും എന്റെ കർത്താവ് തന്നിരിക്കുന്ന എനിക്ക് ശുശ്രൂഷയ്ക്കും എന്റെ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്നതിനും എന്റെ ആത്മീയ ജീവിതത്തിനും ഉതകുന്നതാണോ? ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ പുളിപ്പാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും, നമ്മുടെ ജോലിയിലും ഇടപാടുകളിലും എല്ലാം പുളിപ്പ് കൊണ്ടുവരാൻ സാത്താൻ ശ്രമിക്കും. അത് ഈ കാലത്ത് വളരെ അധികം ഉണ്ട്. ഈ നാടൻ ഭാഷയിൽ പറയുന്നൊരു പഴഞ്ഞിലുണ്ട്, നമുക്ക് ബാധകമല്ല. മലയാളികൾ പറയും ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ, പ്രായമുള്ളവർക്കൊക്കെ അറിയാം അല്ലേ, എന്തോ തിന്നണോന്നാ ജോജി ബ്രദറെ? നടുത്തുണ്ടോ തിന്നണോന്ന് അല്ലേ? ആത്മീയം പറയും, ദൈവമക്കള് പറയും ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ വെജിറ്റേറിയൻ ആണ്. കാരണം നമുക്കത് പാടില്ല. ഒന്നാമത്തെ പുളിപ്പതാണ്. ലോകത്തെ നമ്മിലേക്ക് കണക്റ്റഡ് ആക്കി കഴിഞ്ഞാൽ അവൻ അറിയാം പതുക്കെ. നോക്കിക്ക്, സാത്താൻ ലോകം ജഡം ഏതെന്തോട്ടം ചെയ്ത് അതേ തന്ത്രം തന്നെ. ലോകം മനോഹരമായ പഴം, അതിന്റെ ആ ഫലം, ജഡം അതിന്റെ ടേസ്റ്റ്, ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആയപ്പോഴാണ് പറിച്ചു തന്നത്. കണക്റ്റഡ് ആകുന്നതിന് മുമ്പ് ഞാൻ വിചാരിക്കുന്നു ഇവർ രണ്ടുപേരും കൂടെ മരത്തിന്റെ ചോട്ടിൽ ഇപ്പൊ താമസിച്ച് കാണും ഇല്ലേ, അവിടെ ചാരി ഇരുന്ന് പാട്ടും പാടി ഇരുന്ന് കാണും, അത് തലയെ മുട്ടിക്കാണും, അവർ തൊട്ടില്ല. പക്ഷേ ഈ ഒരു കണക്ഷൻ വന്നപ്പോഴാണ്. ഇത് തന്നെയാണ് നമ്മൾ ലോകത്തെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഈ ലോകത്ത് ജീവിക്കാതിരിക്കാൻ ഒക്കത്തില്ല, ഇവിടുത്തെ മോളിൽ പോകാതിരിക്കാൻ ഒക്കത്തില്ല, ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഒക്കത്തില്ല, ഇവിടുത്തെ വസ്ത്രം മേടിച്ച് കഴിക്കാതിരിക്കാൻ ഒക്കത്തില്ല, ഇവിടുത്തെ വാഹനം വേണ്ടെന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വചനം എനിക്ക് പെർമിഷൻ തരുന്നുണ്ടോ? ആത്മീയൻ അഭിഷേകം തന്നിരിക്കുന്നത് അതിനാ. വെദർ ഇറ്റ് ഈസ് പെർമിറ്റിംഗ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്, അതിൽ പങ്കെടുക്കാൻ, അതിൽ പോകുവാൻ എനിക്ക് പെർമിഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. അതാണ് ഒന്നാമത്തെ പുളിപ്പ്. രണ്ടാമത്തേതാണ് ഈ ആരാധനയ്ക്കകത്ത് പുളിപ്പ് കയറ്റാൻ നോക്കുക. അത് ഭയങ്കര പരിപാടിയാണ്. അതിനെക്കുറിച്ച് ഒത്തിരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയം പോയതുകൊണ്ട്. ആരാധന എന്ന് പറയുന്നത് ശബ്ദകോലാഹലം മാത്രമല്ല. ആരാധന എന്ന് പറഞ്ഞ അകത്തെ മനസ്സ് സ്വർഗത്തെ കണ്ടുമുട്ടുന്ന സ്ഥലമായിട്ട് മാറണം നമ്മുടെ ആരാധനാലയം. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഇന്നർ പേഴ്സൺ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം. ദാഹിച്ചു വന്നു കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസോ വെള്ളമോ കുടിക്കുമ്പോൾ ഒരു തൃപ്തി വരുന്നത് പോലെ 1, 1.5, 2 മണിക്കൂർ പോയി ചർച്ചിൽ പോയി നമ്മൾ വർഷിപ്പിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ആരാധന കൊണ്ടും വചനം നമ്മൾ കേട്ടാൽ നമുക്ക് അത് എന്തെങ്കിലും ഒരു ഭക്ഷണം പോലെ ഒരു സുഖമുണ്ടോ? ആരാധന വിജയിച്ചു. ഇതിനിടയിൽ സാത്താൻ ഒരുപാട് പരിപാടികൾ നടത്തുന്നത് നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട. മൂന്നാമത്തെ പുളിപ്പാണ് ദുരുപദേശം. അത് ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുന്ന 2022 നമ്മൾ കയറിയിരിക്കുകയാണ്. ദുരുപദേശം അത് കളയാണ്. കള 2 വിധത്തിലാണ്. ഞാൻ ഒത്തിരി പറയുന്നില്ല. ഡൈക്കോട്ട് എന്നും മോണോക്കോട്ട് എന്നും പറയും. കള അഗ്രികൾച്ചറൽ ഭാഷയിൽ ഡൈക്കോട്ട് എന്ന് പറയുന്നത് കയറി വരുന്ന ചെടി, മോണോക്കോട്ട് എന്നത് പറ്റിപ്പിടിക്കുന്നത്. അതാ വേദപുസ്തകം പറഞ്ഞ മുറുകെ പറ്റുന്ന പാപം. ദുരുപദേശമുണ്ട്. ഒന്ന്, ഉപദേശത്തിൽ ദുരുപദേശം കയറ്റുക, അതാണ് ദുരുപദേശം. രണ്ടാമത്തെ കാര്യം, ആത്മീയത്തെ കളഞ്ഞ് ഭൗതികത്തിന് വേണ്ടി ആത്മീയത്തെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. ഭൗതികത്തിന് വേണ്ടിയുള്ളതല്ല ആത്മീയം. ഭൗതികം എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി അളവ് വെച്ചിട്ടുള്ളൊരു ഉണ്ട്. ആ മെഷർമെന്റിൽ കർത്താവ് തരും. പക്ഷെങ്കിൽ അഭൗതികത്തിന് വേണ്ടി ആത്മീയത്തെ ഉപയോഗിക്കുവാൻ സാത്താൻ പഠിപ്പിക്കുന്നതാണ്. ഈ ലോകത്തിൽ അനുഗ്രഹങ്ങൾ തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം. ഇതൊന്നും നമുക്കറിയാം. ICIയിലെ ദൈവമക്കൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. ഈ കളി ഒത്തിരി നമ്മൾ കാണുന്നുണ്ടല്ലേ? ഒത്തിരി നിരപരാധികൾ എന്നതിനകത്ത് വീഴുന്നുമുണ്ട്. പക്ഷേ അതിനൊന്നും വേറൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും ഇത് പറയും. അബ്ശലോമിന്റെ കൂടെ 200 പേര് പോയി, പരമാർത്ഥത്തിലാ പോയത്. അവർ വിചാരിച്ചത് രാജകുമാരൻ യാഗം കഴിക്കാൻ പോവുക എന്നും പറഞ്ഞാല് അപ്പനെ തകർക്കാൻ പോവുക എന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവര് രക്ഷപ്പെടത്തില്ല, ദൈവം അവരെ ശിക്ഷിക്കും. രാജാവിനെതിരായിട്ടാ പോയി. ഇതുപോലെ നമ്മൾ ആവശ്യമില്ലാത്ത ഈ ദുരുപദേശങ്ങൾ കേൾക്കാൻ പോലും നിൽക്കരുത്. വചനത്തിൽ നിന്നും 1 മില്ലിമീറ്റർ മാറിയാ ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്റെ പ്രസംഗം നിരസിക്കണം, കേൾക്കരുത്. വചനത്തിൽ നിന്ന് 1 മില്ലിമീറ്റർ ഞാൻ മാറുന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹിയർ മീ. അത്ര സ്ട്രിക്റ്റ് ആയിരിക്കണം ദൈവമക്കൾ. ദൈവവചനം ശരിക്ക് വചനാനുസരണം പ്രസംഗിക്കുന്നവരല്ലാത്തവർ ദുരുപദേശക്കാരാ. അവരുടെ ലക്ഷ്യം മറ്റൊന്നാ. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അപ്പോൾ എന്റെ സമയം തീരാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, ഇനി കണക്റ്റഡ് ആക്കേണ്ടത് എങ്ങനെ അറിയോ? വിശ്വാസവുമായിട്ട് കണക്റ്റഡ് ആക്കണം. വിശുദ്ധിയെ വിശ്വാസവുമായിട്ട് കണക്റ്റഡ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ ഒക്കത്തുള്ളൂ. നമുക്കെല്ലാം വിശ്വാസമുള്ളവരാണ്, അല്ലാതെ നമ്മുടെ പേര് തന്നെ വിശ്വാസികളെന്നാണ്. ആ വിശ്വാസത്തിന്റെ മറ്റൊരു തലം പറയാനാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രതിസന്ധികൾ വരും. ഇപ്പൊ നമ്മുടെ കർത്താവിന്റെ ദാസൻ നല്ലൊരു പ്രൊസീഡിയറിലേക്ക് പോയി.
നമ്മൾ പ്രാർത്ഥിച്ചത് വെറുതെയല്ല, ബൈ ഫെയ്ത്ത് ആണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, എന്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒടുവിൽ ഞാൻ പറഞ്ഞത്, വൈകുന്നേരം എനിക്ക് ആദ്യമേ കർത്താവേ ഇതിന്റെ ഒരു ഫേവറബിൾ റിസൾട്ട് തരണം. അങ്ങനെ പ്രാർത്ഥിച്ചാണ്ടിരുന്നത് ഓപ്പൺ ചെയ്തപ്പോഴേ രാജു ബ്രദർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിന് ഒരു ആശ്രയത്തിന്റെ ക്ലാരിറ്റി വേണം. നമ്മൾക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ വരും അതെല്ലാം നമുക്ക് വിശ്വാസത്താൽ നേടിയെടുക്കാൻ ദൈവമക്കളെ. ഒരു കാര്യവും ഭൗതിക കാര്യവും ആത്മീയ കാര്യവും എല്ലാം സമർപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ദൈവസന്നിധി. ആത്മീയം മാത്രമല്ല, കർത്താവ് പറഞ്ഞ് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, അന്വേഷിപ്പീൻ കണ്ടെത്തും. പറഞ്ഞാൽ ആത്മീയം മാത്രമല്ല, നമ്മളുടെ കാര്യം, നമ്മളുടെ ജോലിയുടെ കാര്യം, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആവശ്യം, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇതുപോലെ ഓപ്പണായിട്ട് പറയാൻ പറ്റിയ ഒരു സ്ഥലവുമില്ല. അപ്പോൾ നമുക്ക് എല്ലാം വിശ്വാസത്താൽ പറയാം. പലരും പറയും പ്രാർത്ഥിക്കും, ഇതൊന്നും പറയണ്ട, ആത്മീയ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒരപ്പനോട് മക്കൾക്ക് എന്തെല്ലാം വേണേലും പറയാം. നമ്മുടെ പിതാവിനോട് നമുക്ക് എന്താവശ്യവും പറയാം. നല്ലതല്ലാത്തത് കർത്താവ് തരത്തില്ല, പറയും മോനെ നിനക്കത് വേണ്ട, ഞാൻ തരത്തില്ല എന്ന് പറയും. പിന്നീട് നമുക്ക് മനസ്സിലാകും, എന്താ എനിക്കത് ലഭിക്കാഞ്ഞത് നന്നായി. അപ്പോൾ നമുക്ക് ചോദിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഒരു നല്ല ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റിയാണ് ദൈവാശ്രയം. ദൈവാശ്രയം ഇല്ലാത്ത വിശ്വാസം കൊണ്ട് കാര്യമില്ല. നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ വിശ്വാസം ഉണ്ടാകും. ആ ആർട്ടിഫിഷ്യൽ വിശ്വാസം നമുക്ക് വേണ്ട. ഈ കൂണുണ്ടാക്കുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ കൂണാ. ഇതുപോലെ ആർട്ടിഫിഷ്യൽ വിശ്വാസം നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഒറിജിനൽ വിശ്വാസം. എന്താ? ദൈവം എന്റെ കാര്യങ്ങൾ നടത്തി തരും, ഞാൻ അങ്ങ് ചെന്നാൽ മതി. ദൈവം എന്റെ കാര്യങ്ങൾ കരുതിയിട്ടുണ്ട്. ഈ ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധി കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇത് രണ്ട് കണക്റ്റഡ് ആണ്, മിസൈലാണ്. ഒന്ന് പ്രൈസ് ദി ലോർഡ് മോട്ടോർ റോക്കറ്റ് ആണ്, മറ്റേത് ഡാമേജിങ് വെപ്പണാണ്. ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. വിശ്വാസമില്ലാത്ത വിശുദ്ധിയും വിശുദ്ധിയില്ലാത്ത വിശ്വാസവും നിഷ്ഫലമാണ്. നമ്മൾ വളരെയധികം വിശുദ്ധിയിൽ ജീവിക്കുവാൻ കൊണ്ടും അതിനെ നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസത്തെ തകർക്കുന്നത് നമ്മളുടെ കഴിവുകൾ ദൈവം തമ്പുരാൻ തന്നത് തന്നെയാണ്. നമ്മളുടെ ആരോഗ്യം കർത്താവ് തന്നതാണ്, നമ്മുടേതൊന്നും അല്ല. നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ പണവും കർത്താവിന്റെ ദാനമാണ്. നമ്മളുടെ അറിവും കഴിവും മക്കളും എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെങ്കിൽ അതെല്ലാം ഇരിക്കുമ്പോൾ തന്നെ അതിൽ കൂടി നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് പ്രധാന കാര്യം, ഇതിൽ ഐ ആം എൻജോയിങ് ത്രൂ ദിസ് മീഡിയ, ബട്ട് ദിസ് ഓൾ ആർ റിയലി ഫ്രം ഗോഡ്. ഇതെല്ലാം ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെ നന്മ, എൻ്റെ ജോലിയുടെ നന്മ, എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ മക്കളുടെ നന്മ, ശരീരത്തിന്റെ ആരോഗ്യം എല്ലാം ഞാൻ അനുഭവിക്കുമ്പോഴും നമ്മിൽ ഒരു സെൽഫ് ഉണ്ട്. സെൽഫ് ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ നോക്കുകയില്ല. ആ സെൽഫ് ഒരു സെൽഫിഷ് ആകാതെ എൻ്റെ കഴിവല്ല, കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കണം. ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവം, ഞാൻ കണ്ട ഒരു സംഭവം പറയാം, രസകരമായ ഒരു സംഭവമാണ്. അതിനകത്തു നിന്നാണ് ഞാൻ വാസ്തവത്തിൽ ദൈവാശ്രയത്തിൽ കൂടിയുള്ള വിശ്വാസം പഠിച്ചത്. നമ്മുടെ കേരളത്തിലെ കിഴക്കൻ പ്രദേശത്ത് നിങ്ങൾക്ക് സുപരിചിതമായ ഒരു പട്ടണമാണ് കട്ടപ്പന എന്ന് പറയും. കട്ടപ്പനക്കാരെങ്കിലുമൊക്കെ കേട്ടുള്ളവർ കാണും, കട്ടപ്പന പോകാത്തൊരു കുറവായിരിക്കും. മലയോര പട്ടണം. ഞാനൊരു ഞായറാഴ്ച ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ 4 മണിക്ക് ബസ് കാത്തു നിൽക്കുക എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ. അന്നേരം മലയാളി അല്ലാത്ത ഒരാളെ ഒരു 40 അടി നീളത്തിൽ ഒരു 8 അടി ഉയരത്തിൽ ഒരു റോപ്പ് ഇങ്ങനെ കുറുകെ വലിച്ചു കെട്ടി ഒരു കെട്ടിടത്തിന്റെ ഒരു ഭിത്തിയിൽ നിന്നും മറ്റൊരു മരത്തേലിട്ടാണ് അത് കിട്ടുന്നത്. 8 അടി ഉയരത്തിലാണ്, 8-9 അടി ഉയരം കാണും, അതിൽ കൂടുതലില്ല. ഒരു 40 അടി നീളത്തിൽ ഒരു നല്ല റോപ്പ് വലിച്ചങ്ങോട്ട് കെട്ടി, മഞ്ഞ നിറത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് റോപ്പ്, വലിയ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കയറെന്ന് വിചാരിച്ചു. കെട്ടിയിട്ട് ആ മലയാളിയല്ല, പുള്ളിയുടെ ഭാര്യ താഴെ ഇരുന്നോണ്ട് ഒരു ഉപകരണം വെച്ചോണ്ട് ഇങ്ങനെ അടിക്കുക, ചെണ്ട പോലെ കുടുകൂടാന്നൊരു അടി. ഈ ചെണ്ട കൊണ്ടോണ്ട് ഈ സ്ത്രീ ഇങ്ങനെ അടിക്കുന്ന കണ്ടോണ്ട് ആളുകൾ കൂടി. ഇദ്ദേഹം ജീവിക്കാനുള്ള പരിപാടിയാണ്. ഇദ്ദേഹം എന്നാന്ന് ചോദിച്ചാല് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ പുള്ളി കൈയൊക്കെ അങ്ങോട്ട് ചുരുട്ടി ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പം ഞാൻ ഒരു 45 വയസ്സ് പ്രായമുണ്ട്, ഒരു മനുഷ്യൻ പാൻസും ഒക്കെ ഇട്ട്, നല്ല ഒരു സർക്കസുകാരന്റെ വേഷമല്ല, എന്നാൽ പാൻസ് വിട്ട് ഒരു ബനിയന് വിട്ട് ഈ മനുഷ്യൻ ഒരു ചെറിയ ലാഡർ വെച്ച് ഇതിലോട്ട് കയറി, ഈ റോപ്പയിലോട്ട് കയറി. ഈ റോപ്പേ കയറി ഇദ്ദേഹം അനായാസം 2 കൈയും വീശി തെക്കോട്ടും മുടക്കോട്ടും ഇങ്ങനെ നടക്കുക ഈ 40 അടി.
എല്ലാവരും ഇത് കണ്ട രസിക്കുക. 40 അടി നീളത്തിൽ 9 അടി പൊക്കത്തിൽ ഒരു കയർ, ഒരു റോപ്പേൽ കൂടി ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. ഇത് കണ്ട് എല്ലാവരും കൈയടിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, ഒരു ലേഡി ഇരുന്ന് ഒരു ചെണ്ട പോലൊരു സാധനം കൊട്ടി അവരെ കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ എന്താണെന്നറിയാവോ, ഇത് കണ്ട കാഴ്ചക്കാരൊക്കെ ചെറിയ ചെറിയ തുക ഇട്ട് കൊടുക്കുക. ആ ലേഡിയുടെ ഇരുന്ന് അടിക്കുന്നതിന്റെ മുൻപിൽ ഒരു ചെറിയ ക്ലോത്ത് വിരിച്ചു വെച്ചിട്ടുണ്ട്. ആ ക്ലോത്തിലോട്ട് പൈസ ഇട്ട് കൊടുക്കുക. 5 രൂപ, 10 രൂപ, 2 രൂപ, ഇങ്ങനെ. കുറച്ച് കഴിഞ്ഞ ഉടനെ ഈ മനുഷ്യൻ കേട്ടോണം, ഒരു പരിപാടി ചെയ്ത് കേട്ടോണം, താഴെ ഇറങ്ങിയിട്ട് പറഞ്ഞു, ആരുണ്ട് ധൈര്യമുള്ളവർ എന്റെ തോളിൽ കയറി, ഞാൻ നിങ്ങളെ കൊണ്ട് ഇതിലേ പോകാം. ഒരാൾ ചലഞ്ച് ചെയ്തു, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടേ വാ, നിങ്ങൾ എന്റെ തോളിൽ കയറിയിരുന്നോ, ഞാൻ നിങ്ങളെ ഇതിൽ കൂടെ പോകാം. ആരെങ്കിലും ചെല്ലുമോ? ഇത് എല്ലാവരും അകർന്നു നിന്നു. ഉടനെ ഒരു 9 വയസ്സ് പ്രായം കാണും, ഒരു 4ലോ 5ലോ പഠിക്കുന്ന ഒരു കൊച്ചൻ, ഒരു ആൺകൊച്ചൻ ചാടി അങ്ങോട്ട് ചെന്നു, ഞാൻ കയറാം. ഉടനെ ഈ പുള്ളി കുനിഞ്ഞു കൊടുക്കുന്നു, ഇവൻ തോളെ കയറിയിരിക്കുന്നു. ജനമെല്ലാം ആകാംക്ഷയോടെ നോക്കുന്നു. ഇയാള് റോപ്പയിലോട്ട് കയറുന്നു. നടക്കാൻ തുടങ്ങുമ്പോൾ താഴെ നിൽക്കുന്നവർ വിളിച്ചു പറയുന്നില്ല, ചെറുക്കന് വല്ലതും പറ്റിയിട്ടുണ്ടേ, നിന്റെ എല്ല് ഞങ്ങളെ ഓടിച്ചെടുക്കുന്ന താഴെ നിന്നോട് പറയുന്നുണ്ട്. ഇയാളിതൊന്നും കേൾക്കുന്നില്ല, കൊച്ചനും ഇത് കേൾക്കുന്നില്ല. ആ ഭാര്യ പഴയ പോലെ തന്നെ സ്പീഡിൽ ഈ ഡ്രം അടിക്കുന്നു. ഇയാൾ ഈ കൊച്ചിനെ തോളയിൽ വെച്ചുകൊണ്ട് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒടുവിൽ സുഖമായിട്ട് താഴെ ഇറങ്ങി കൊച്ചനെ താഴോട്ട് നിർത്തിയപ്പോ പിന്നെ ഹീറോ കൊച്ചനായി. പിന്നെ എല്ലാവരും ഈ പയ്യനെയാ നോക്കുന്നത്. കാരണം 8 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചൻ ഈ ഒരു മനുഷ്യന്റെ തോളയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ധൈര്യം കാണിച്ചല്ലോ. ഉടനെ എല്ലാവർക്കും സന്തോഷമായി. 1-2 ചെറുപ്പക്കാർ ചെയ്യുന്ന അവനെ കുറച്ച് പൈസ കൊടുക്കുന്നു, 50ന്റെ നോട്ടും ഒക്കെ കൊടുക്കുന്നു. ഒടുവിൽ ഒരാൾ ചോദിച്ചേട്ടാ നീ ഏതാന്ന് ചോദിച്ചു ചെറുക്കനോട്. ഇവൻ ഏതാന്ന് അറിയാനാ. ഇവൻ പറഞ്ഞ മറുപടി കേൾക്കണോ, അതെന്റെ അപ്പായാന്ന്. സ്തോത്രം. ഏതാ? ഈ റോപ്പേ കൂടെ പോയത് അവന്റെ അപ്പനാ. അതുകൊണ്ടാണ് അവന് ധൈര്യം വന്നത്. അപ്പന്റെ തോളെ കയറിയാൽ സുരക്ഷിതമാണ്. ഞാൻ അന്നേരം ഓർത്തു, കർത്താവ് ഈ വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധികളുടെ റോപ്പിൽ കൂടിയൊക്കെ പോകുമ്പം നമ്മുടെ പിതാവിന്റെ തോളിലാന്നൊരു ധൈര്യമുണ്ടോ, അതാ വിശ്വാസം. കൊറോണ വന്ന് അങ്കത്ത് വന്നാലും, ഒമിക്രോൺ കയറി പിടിച്ചാലും, മാരകമായ ഏത് അസുഖം വന്നാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മൾ നമ്മുടെ പിതാവിന്റെ തോളിലാണെന്നുള്ളൊരു ധൈര്യമുണ്ടോ, ആ വിശ്വാസവും പുളിപ്പില്ലാത്ത വിശുദ്ധിയും കൂടെ ചേർന്നാൽ സാത്താൻ നമ്മളെ തോൽപ്പിക്കത്തില്ല. കാലം ഇവിടെ തീരാൻ പോവുകയാണ്. നമ്മൾ നിൽക്കുന്നത് എൻഡിങ് പോയിന്റിലാണ്. ഒരു ഓട്ടക്കാരന്റെ എൻഡിങ് ഏജ് സമയമാണ്, തീരാൻ പോകുന്ന ഫിനിഷിംഗ് സ്ഥലമാണ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നമുക്ക് ധൈര്യത്തോടെ ഓടാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന സഭയ്ക്കും ദൈവദാസനും ദൈവമക്കൾക്കും എന്റെ നന്ദി. നമുക്ക് നമ്മുടെ ഓട്ട ധൈര്യത്തോടെ ഓടാം. സാത്താൻ നമ്മളെ പരാജയപ്പെടുത്തുവാൻ അനുവദിക്കരുതേ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശ്വസ്തനായ കർത്താവി, സ്വർഗപിതാവി, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ പതിവ് പോലെ ഇന്ന് വൈകുന്നേരവും കർത്താവി ഞങ്ങളുടെ പാദപീഠത്തിൽ കൂടി അവിടുത്തെ ദാസനെ നിയന്ത്രിക്കുവാൻ കൃപ കൊടുത്ത്, വിശേഷാൽ ഞങ്ങൾ സഭയായി വ്യക്തികളായി ഞങ്ങളുടെ ഹൃദയം തുറന്ന് അങ്ങയുടെ സന്നിധി ഞങ്ങളുടെ ദൈവദാസനെ സമർപ്പിച്ചു. അങ്ങ് സർജറിയിൽ എഴുന്നള്ളുവാൻ തിരുമനസ്സായതോർത്ത് സ്തോത്രം. അങ്ങ് ചെയ്ത ആ പ്രൊസീഡിയറിൽ അങ്ങ് ചെയ്ത എല്ലാ കൃപകൾക്കായി സ്തോത്രം. കർത്താവ് ജോയ് സിസ്റ്ററിനെ, കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. സഭയെ ശക്തിപ്പെടുത്തിയതോർത്ത് സ്തോത്രം. കർത്താവെ, അവിടുത്തെ കൃപയിൽ ഏറ്റവും വേഗം അദ്ദേഹം റിക്കവറിയായി ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത് കണ്ടങ്ങേ സ്തുതിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ചിന്തിച്ച വിഷയങ്ങൾ കർത്താവെ, ഞങ്ങളുടെ വിശുദ്ധി, ഞങ്ങളുടെ വിശ്വാസം ഒരു മിസൈൽ പോലെ ഒരുപോലെ കൊണ്ടുപോകാനുള്ള കൃപ തരണം. നിയന്ത്രിച്ച ദൈവദാസനായി സ്തോത്രം. പങ്കെടുത്തവർക്കായി സ്തോത്രം. സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, വിശേഷ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ സ്റ്റീഫൻ പാസ്റ്ററോടും ഇപ്പോൾ എപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കട്ടെ. ആമീൻ.